ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വിശാൽ പ്രഭാവതിയോട് പറയും, അമ്മ ഇതിപ്പോൾ എല്ലാവരോടും പറഞ്ഞാൽ നന്നായി, സത്യങ്ങൾ പുറത്തു വന്നല്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടുകൊണ്ട് വിശാൽ അകത്തേക്ക് പോവുകയാണ്. എന്നിട്ട് പ്രഭാവതി പറഞ്ഞ കാര്യങ്ങൾ റൂമിലെത്തിയിട്ട് വീണ്ടും ഓർക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് കരഞ്ഞുകൊണ്ട് പാർവതി അവിടേക്ക് വരുന്നത്. എന്നിട്ട് വിശാലിനോട് പറയും, സാർ എന്നോട് ക്ഷമിക്കണം. അപ്പോൾ വിശാൽ പറയും, വേണ്ട വേണ്ട, ഇനി എനിക്കൊന്നും കേൾക്കണ്ട. എനിക്ക് നിന്നെ മനസ്സിലാവുന്നില്ല പാർവതി, നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. ഞാനൊന്നും മനഃപൂർവ്വം ചെയ്യുന്നതല്ല, സാഹചര്യം കൊണ്ട് ചെയ്യുന്നതാണെന്നല്ലേ നീ ഇപ്പോൾ പറയാൻ വരുന്നത്. അപ്പോൾ പാർവതി പറയും, കല്യാണം കഴിയുന്നവരെ പല്ലവി നുണ പറഞ്ഞതാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അതിനുശേഷമാണ് എല്ലാം ഞാൻ അറിഞ്ഞത്. വിപിനെ വിവാഹം കഴിക്കാൻ വേണ്ടി പല്ലവി ഒരു നാടകം കളിച്ചതാണെന്ന് പറഞ്ഞാൽ സാർ എന്ത് വിചാരിക്കുമെന്ന് പേടിച്ചിട്ടാണ് ഞാൻ ഒന്നും പറയാതിരുന്നത്. എനിക്ക് അതിനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ വിശാല് പറയും, നിനക്ക് എന്തോ എന്നോട് പറയാനുള്ള സ്വാതന്ത്ര്യം ഞാൻ നിനക്ക് നൽകിയിട്ടുള്ളതല്ലേ, അത് നിനക്ക് ബോധ്യമുള്ളതല്ലേ. എന്ത് തലപോകുന്ന കാര്യമാണെങ്കിലും നീ അത് എന്നോട് പറയണമായിരുന്നു. നീ ഇങ്ങനെയാണ് എന്നെ മനസ്സിലാക്കിയത്. ഇപ്പോൾ എൻ്റെ മുമ്പിൽ നിന്ന് എല്ലാം തുറന്നു പറയാൻ നീ ധൈര്യം കാണിക്കുന്നുണ്ടല്ലോ. ഈ ധൈര്യം നീ അന്ന് കാണിക്കണമായിരുന്നു. എങ്കിലിപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ലായിരുന്നു. എനിക്ക് എൻ്റെ അനിയനോട് മാപ്പ് പറയേണ്ടി വരില്ലായിരുന്നു. അപ്പോൾ പാർവതി പറയും, ഞാൻ എന്ത് പറയാനാ സാറേ, അപ്പോഴത്തെ ബുദ്ധിക്ക് തോന്നിയതാണ്. അപ്പോൾ വിശാൽ പറയും, ഇപ്പം എല്ലാവരുടെയും മുമ്പിൽ ഞാൻ നാണം കെട്ടു പോയില്ലേ. എൻ്റെ ഭാര്യ എന്നോട് ഒരു വലിയ രഹസ്യം മറച്ചു വെച്ചു എന്ന് പറയുമ്പോൾ ഞാൻ അവരുടെ മുമ്പിൽ ചെറുതായി പോയില്ലേ, ഒരു വെഡ്ഡിയായി പോയില്ലേ. ഞാൻ തോറ്റുപോയി. ഞാനായിട്ട് തോറ്റതല്ല, നീയായിട്ട് എന്നെ തോൽപ്പിച്ചതാണ്. അപ്പോൾ പാർവതി കരഞ്ഞുകൊണ്ട് വിശാലിൻ്റെ കാല് പിടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയും, സാർ എന്നോട് ക്ഷമിക്കണം. അപ്പോൾ വിശാല് പാർവതിയെ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. എന്നിട്ട് പറയും, എൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാണ്. ഇനി ഒരിക്കലും ഇതുപോലെ ഒരു അനുഭവം എനിക്ക് ഉണ്ടാകരുത്. നിന്നെ ഞാൻ വിശ്വസിച്ചത് തെറ്റായി പോയി എന്ന് പ്രഭാവതി അമ്മയെ കൊണ്ട് നീ പറയിപ്പിക്കരുത്. പിന്നെ കാണിക്കുന്നത് പാർവതി പോയിട്ട് പല്ലവിയോട് പറയും, നീ പറഞ്ഞ നുണ കാരണം ഇപ്പോൾ ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായെന്ന് നീ കണ്ടില്ലേ. ഞാനും വിശാൽ സാറും തമ്മിലുള്ള ബന്ധത്തെയാണ് അത് ബാധിച്ചത്. സാറിന് എന്നിലുണ്ടായിരുന്ന വിശ്വാസമാണ് നശിച്ചത്. അനിയത്തിയല്ലേ, നിനക്ക് അബദ്ധം പറ്റിയതാണെന്ന് കരുതി നിനക്ക് കൂട്ടുനിന്ന ഞാനിപ്പോൾ കുഴപ്പത്തിലായി. സാറിനെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, പിണങ്ങിയിരിക്കുകയാണ്. ഇനി ഞാൻ ആ തെറ്റിദ്ധാരണ എങ്ങനെ മാറ്റും? അപ്പോൾ പല്ലവി പറയും, നിന്റെ അഭിനയം മതി. വിശാൽ സാറല്ല, ഞാനാണ് നിന്നെ തെറ്റിദ്ധരിച്ചത്. നീ അനിയത്തിയാണ്, എന്നോട് സ്നേഹമുള്ളതുപോലെ എൻ്റെ മുമ്പിൽ നീ അഭിനയിക്കുകയാണ്. ഇനി അത് വേണ്ട. നിന്റെ യഥാർത്ഥ മുഖം എനിക്ക് വ്യക്തമായി. നിന്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് എനിക്ക് ബോധ്യമായി. അപ്പോൾ പാർവതി പറയും, നീ എന്തോ മനസ്സിൽ വെച്ച് പറയുന്നത്? പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ തെളിച്ചു പറ. അപ്പോൾ പല്ലവി പറയും, ഞാനായിട്ട് പറയാൻ എന്തിരിക്കുന്നു, അത് നിനക്ക് തന്നെ അറിയാലോ. എന്നിട്ട് എന്തിനാണ് എൻ്റെ മുമ്പിൽ ഈ പൊട്ടംകളി? നിനക്ക് ഞാൻ ഈ കുടുംബത്തിൽ മരുമകളായി വന്നത് ഇഷ്ടമായില്ല. ഇവിടുത്തെ സ്വത്ത് മുഴുവൻ നിനക്ക് മാത്രം അനുഭവിക്കണം. അതുകൊണ്ടാണ് അവസരം കാത്തിരുന്ന് എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി എന്നെ നീ ഒറ്റിക്കൊടുത്തത്. അപ്പോൾ പാർവതി ചോദിക്കും, നീ എന്തായി മോളെ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ പല്ലവി ചോദിക്കും, ഞാൻ ഗർഭിണിയല്ല എന്ന് നീയല്ലേ പ്രഭാവതി അമ്മയോട് പറഞ്ഞു കൊടുത്തത്? ഞാൻ കാണിക്കുന്നത് മുഴുവൻ നാടകമാണെന്ന് നീ അമ്മയെ ബോധ്യപ്പെടുത്തി. നീ ഇനി ഒന്നും പറയണ്ട. എന്തോ ഭാഗ്യത്തിന് നീ വെച്ച കണി എനിക്ക് ഏറ്റില്ല. പ്രഭാവതി അമ്മ അത് കാര്യമായിട്ട് എടുത്തില്ല. അവരെൻ്റെ മനസ്സ് തിരിച്ചറിഞ്ഞു. വിപിൻ സാറിനോടുള്ള സ്നേഹം കൊണ്ടാണ് എനിക്ക് കള്ളം പറയേണ്ടി വന്നതെന്ന് അമ്മയ്ക്ക് ബോധ്യപ്പെട്ടു. അത് അമ്മയുടെ നല്ല മനസ്സ്. അതുകൊണ്ട് അമ്മ എന്നെ മരുമകളായി സ്വീകരിച്ചു. അപ്പോൾ പാർവതി പറയും, ഞാൻ മനസ്സാവാച അറിയാത്ത കാര്യങ്ങളാണ് നീ പറയുന്നത്. അപ്പോൾ പല്ലവി പറയും, നീ വഞ്ചകയാണ്. എൻ്റെ ജീവിതം നന്നായി കാണാനാണ് നീ ജീവിക്കുന്നതെന്ന് നീ നാഴേക്ക് 40 വട്ടം പറയുമല്ലോ. അങ്ങനെ ഒരു നന്മ നിൻ്റെ ഉള്ളിലുണ്ടായിരുന്നുവെങ്കിൽ നീ എന്നെ പ്രഭാവതി അമ്മയ്ക്ക് ഒറ്റിക്കൊടുക്കുമായിരുന്നോ? അപ്പോൾ പാർവതി പറയും, അതേടി, എല്ലാം ഞാൻ തന്നെയാണ് പ്രഭാവതി അമ്മയോട് പറഞ്ഞത്. നിന്റെ കള്ളത്തരം ഞാൻ തന്നെയാണ് അവർക്ക് വ്യക്തമായിട്ട് കൊടുത്തത്. പക്ഷേ അത് നീ കരുതുന്ന പോലെ നിന്നെ ചതിക്കാൻ വേണ്ടി ആയിരുന്നില്ല, നിന്റെ നല്ലതിന് വേണ്ടിയായിരുന്നു. അപ്പോൾ പല്ലവി പറയും, എൻ്റെ നല്ലതിനോ? ഇനി നീ അത് മിണ്ടിപ്പോകരുത്. അപ്പോൾ പാർവതി പറയും, എനിക്ക് പറയാനുള്ളത് ഞാനൊന്ന് പറയട്ടെ. ഞാൻ എന്തിനാണ് പ്രഭാവതി അമ്മയോട് ഇതൊക്കെ പറഞ്ഞതെന്ന് നീ അറിയണം. നീ ഗർഭിണിയാണെന്ന് നുണ പറഞ്ഞ് എല്ലാവരുടെയും മുമ്പിൽ അഭിനയിക്കുന്നത് എനിക്ക് സഹിക്കുന്നതിലപ്പുറമായിരുന്നു. എത്ര നാൾ ഗർഭിണിയാണെന്ന് കള്ളം പറഞ്ഞ് നീ മുന്നോട്ട് പോകും? കൂടി വന്നാൽ ഒരു 2-3 മാസം. അത് കഴിഞ്ഞാലോ പിന്നെ ഇവിടെയുള്ളവർ നിന്നെ സംശയിച്ചു തുടങ്ങും. നീ ഗർഭിണിയാണോ അല്ലേ എന്ന് അവർ ചിന്തിക്കാൻ ആരംഭിക്കും. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എങ്ങനെ നമ്മൾ പിടിച്ചു നിൽക്കും? നീ കള്ളം പറഞ്ഞതാണെന്ന് ഇവിടെയുള്ളവർ അറിഞ്ഞാൽ പ്രഭാവതി അമ്മ ആ നിമിഷം തന്നെ ഇവിടെ നിന്ന് നിന്നെ പുറത്താക്കും. ആ പേടി കൊണ്ടാണ് ഞാൻ അവരോട് സത്യം പറഞ്ഞത്. നമ്മൾ ചെയ്ത കുറ്റം നമ്മളായിട്ട് തന്നെ ഏറ്റുപറഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്ത് കുറയും.
അതല്ല അവരായി അത് കണ്ടുപിടിച്ച് പിന്നീട് നമുക്ക് ചിലപ്പോൾ വാ തുറക്കാൻ പോലും പറ്റിയൊന്നും വരില്ല. അത് ഒഴിവാക്കാനാണ് ഒരു മുഴുവൻ മുമ്പേ ഞാൻ പ്രഭാവതി അമ്മയുടെ സത്യങ്ങൾ അവതരിപ്പിച്ചത്. അതിപ്പോൾ ഗുണമായി. അതുകൊണ്ട് അവർ നിന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടില്ല. സത്യം മനസ്സിലാക്കി നിന്നെ അവർ സ്വീകരിച്ചു. ഇതാണ് യാഥാർത്ഥ്യം. ഞാൻ ഈ ചെയ്തത് നിന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലായിരുന്നു എന്ന് നിനക്ക് തോന്നുവാണെങ്കിൽ ഇനി നിനക്ക് എന്നെ എന്തും പറയാം. നിനക്ക് എന്നെ തല്ലാം, ഇവിടെ നിന്ന് ഇറക്കി വിടാം. ഇത് കേട്ടതും പല്ലവി പാർവതിയെ കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടോ. എന്നിട്ട് പറയും, ഞാൻ ചേച്ചിയെ വല്ലാതെ തെറ്റിദ്ധരിച്ചു പോയി. ചേച്ചി ചെയ്ത നന്മ ഞാൻ തിരിച്ചറിഞ്ഞില്ല. ചേച്ചിയുടെ മനസ്സ് ഞാൻ മനസ്സിലാക്കിയില്ല. ചേച്ചി എന്നോട് ക്ഷമിക്കേ. ഞാൻ അറിയാതെ ചേച്ചിയെ എന്തൊക്കെയോ പറഞ്ഞു. അപ്പോൾ പാർവതി പറയും, അതൊന്നും സാരമില്ല മോളെ. ഇപ്പം എന്തായാലും പ്രശ്നങ്ങളൊക്കെ നന്നായി അവസാനിച്ചില്ലേ, അതിൽ നീ സമാധാനിക്കേ. പിന്നെ ഇനിയെങ്കിലും നീ സ്വപ്ന ലോകത്തിൽ ജീവിക്കാതെ അവനെ അനുസരിച്ച് ദീപിൻ്റെ കൂടെ നന്നായി ജീവിക്കാൻ നോക്ക് എന്ന് പറയാണ്. അത് കേട്ട് പല്ലവി ശരിയെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ പാർവതി മനസ്സിൽ പറയും, ഇതൊക്കെ പ്രഭാവതി അമ്മയുടെ പദ്ധതിയായിരുന്നു അല്ലേ? എൻ്റെ അനിയത്തിയെ എനിക്കെതിരെ തിരിച്ചുവിടാൻ നോക്കുന്നു. നിങ്ങൾ ഞാൻ വെറുതെ വിടില്ല. നിങ്ങൾ ഏത് നാണയത്തിലാണോ എന്നെ തകർക്കാൻ നോക്കുന്നത്, അതേ നാണയത്തിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് മറുപടി തരും. അതേസമയം പ്രഭാവതി പോയിട്ട് ജാസ്മിനോട് ചോദിക്കും, എൻ്റെ ബുദ്ധി എങ്ങനെയുണ്ട് ജാസ്മിൻ? നമ്മുടെ പ്ലാൻ വർക്കൗട്ട് ആയില്ലേ? അപ്പോൾ ജാസ്മിൻ പറയും, പണി ഏൽക്കേണ്ട രീതിയിൽ തന്നെ ഏറ്റിട്ടുണ്ട് ആൻറ്റി. അപ്പോൾ പ്രഭാവതി പറയും, ഒരു വടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്നത് പോലെ നമുക്ക് കിട്ടിയത് രണ്ട് പ്രയോജനങ്ങളാണ്. പല്ലവിക്ക് പാർവതിയോട് കൂടുതൽ ശത്രുതയായി. വിശാലിനെ പാർവതിയോടുള്ള വിശ്വാസം തകരുകയും ചെയ്തു. അത് തകർന്നു കാണാനല്ലേ നീ ആഗ്രഹിച്ചത്? ഇപ്പോൾ അത് സാധിച്ചില്ലേ? ഇത് കേൾക്കുമ്പോൾ ജാസ്മിൻ സന്തോഷത്തോടെ പറയും, യു ആർ ഗ്രേറ്റ് ആൻറ്റി. അപ്പോൾ പ്രഭാതി പറയും, ശേഖരമേനോൻ്റെ രഹസ്യം മറച്ചു വച്ചതിൻ്റെ പേരിൽ പാർവതിയെയും വിശാലിനെയും തമ്മിൽ തെറ്റിക്കാമെന്ന് നോക്കിയതാണ്. പക്ഷേ അത് പാളിപ്പോയി. ഇത്തവണ അത് സംഭവിക്കാൻ പാടില്ല. അത് ഉണ്ടാവില്ല. പല്ലവിയുടെ കള്ളത്തരം മറച്ചു വെച്ചതിൻ്റെ പേരിൽ വിശാലിന് പാർവതിയോട് ഇപ്പോൾ തോന്നിയ വെറുപ്പ് പരമാവധി നമ്മൾ ആളിക്കത്തിക്കണം. അപ്പോൾ ജാസ്മിൻ പറയും, അവളെ എത്രയും പെട്ടെന്ന് വിശാലിന് തന്നെ ഇവിടെ അടച്ചിറക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാക്കണം ആൻറ്റി. അപ്പോൾ പ്രഭാതി പറയും, ഉടനെ അത് സംഭവിക്കും. അതുപോലെ തന്നെ പല്ലവിയെ പാർവതിക്കെതിരെ പരമാവധി നമുക്ക് തിരിക്കണം. ഓരോരോ കൊച്ചു കൊച്ചു കാരണങ്ങൾക്കും പാർവതിയുടെ വഴക്കിടാൻ പല്ലവിയെ നമുക്ക് ഇളക്കി വിടണം. ഇതൊക്കെ പുറത്തു നിന്ന് കേട്ട പാർവതി അകത്തേക്ക് വന്നിട്ട് അവരോട് പറയും, നിങ്ങളുടെ സംഭാഷണമൊക്കെ ഞാൻ കേട്ടു കേട്ടോ. ജാസ്മിൻ്റെ ആഗ്രഹവും ഞാൻ അറിഞ്ഞു. പക്ഷേ മോളെ ജാസ്മിൻ, എന്നെയും വിശാൽ സാറിനെയും തമ്മിൽ തെറ്റിക്കാൻ ഈ ലോകത്ത് നീ ആര് വിചാരിച്ചാലും സാധിക്കില്ല. അതുപോലെ തന്നെ വിശാൽ സാറ് എന്നെ ഇവിടെ നിന്ന് ഇറക്കിവിടുമെന്നോ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമെന്നോ ആരും കരുതണ്ട. പക്ഷേ നീ ഒരു കാര്യം മനസ്സിൽ കുറിച്ചു വെച്ചോ, ഈ വീട്ടിൽ നിന്റെ നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു. ഒരാഴ്ചക്കുള്ളിൽ നീ ഇവിടെ നിന്ന് പോയിരിക്കും. അപ്പോൾ ജാസ്മിൻ പറയും, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമെന്നോ? നീയാണോ എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടുന്നത്? അതിനെ ഇത്തിരി പുളിക്കും. എന്നെ ഇവിടെ നിന്ന് കെട്ടിക്കാൻ നോക്കിയാൽ നീ അനുഭവിക്കും. അപ്പോൾ പ്രഭാവതി ജാസ്മിനോട് പറയും, ഇവളെന്തെങ്കിലും പിച്ചും പിഴിയും പറയുന്ന കേട്ട് നീ എന്തിനാ മോളെ ഇവൾക്കൊപ്പം കിടന്ന് ചാടുന്നത്? ജാസ്മിൻ ഇവിടെ നിൽക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് പാർവതിയാണോ? അപ്പോൾ പാർവതി പറയും, അമ്മ അവൾക്ക് വേണ്ട ഒത്താശയൊക്കെ ചെയ്തു കൊടുത്തോ, പക്ഷേ അതൊക്കെ പഴയി പോവുകയുള്ളൂ. നീ എന്താ എന്നെ വെല്ലുവിളിക്കുകയാണോ? അപ്പോൾ പാർവതി പറയും, അമ്മയുടെ തന്ത്രം നന്നായിട്ടുണ്ട്. എൻ്റെ അനിയത്തിയെ എനിക്കെതിരെ തിരിച്ചുവിടാൻ നോക്കുന്നു അല്ലേ? പക്ഷേ അമ്മ ഒന്ന് ഓർക്കണം, അമ്മയ്ക്ക് കുറച്ച് മാസങ്ങളായിട്ടേ അവളെ അറിയൂ. എനിക്ക് അവളെ ജനിച്ച നാൾ മുതൽ ഇന്ന് വരെ അറിയാം. അതുകൊണ്ട് അവളെ എങ്ങനെ നിങ്ങളുടെ ചതിയിൽ നിന്ന് രക്ഷിക്കണമെന്ന കൃത്യമായ ബോധ്യം എനിക്കുണ്ട്. പ്രഭാതി പറയും, നിനക്ക് ചെയ്യാനാവുന്നത് നീ ചെയ്തു നോക്ക്, നീ പരാജയപ്പെട്ടു പോകും. അപ്പോൾ പാർവതി പറയും, എന്തായാലും അമ്മ കാരണം എൻ്റെ അനിയത്തിയുടെ മനസ്സിലെ വലിയൊരു ഭാരം ഒഴിവായി. അവൾക്ക് ഇനി ഗർഭിണിയെ അഭിനയിക്കണ്ടല്ലോ. അവളുടെ ഭർത്താവിൻ്റെ കൂടെ അവൾക്ക് സമാധാനത്തോടെ ജീവിക്കാം. അതിന് അമ്മയോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ജാസ്മിൻ പറഞ്ഞത് മറക്കണ്ട. ഒരാഴ്ചക്കുള്ളിൽ സ്ഥലം കാലിയാക്കിയ നീ നോക്കിക്കോ. ഈ അമ്മയുടെ പിന്തുണ ഒന്നും നിനക്ക് ആ സമയത്ത് ഉപകരിക്കില്ല. ഒരാഴ്ചക്കുള്ളിൽ നീ ഇവിടെ നിന്ന് ഇറങ്ങിയിരിക്കും എന്ന് പറഞ്ഞിട്ട് പാർവതി അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ജാസ്മിൻ പ്രഭാവതിയോട് ചോദിക്കുക, അവൾ പറഞ്ഞത് കേട്ടില്ലേ ആൻറ്റി? നീ അത് കേട്ട് പേടിക്കണ്ട ജാസ്മിൻ, അവളെ തളയ്ക്കാനേ എനിക്കറിയാം. അവളെ ഞാൻ തളച്ചിരിക്കും. അതേസമയം പാർവതി വിശാലിൻ്റെ മുറിയിലേക്ക് വരികയാണ്. എന്നിട്ട് മനസ്സിൽ പറയും, എങ്ങനെയെങ്കിലും വിശാൽ സാറിൻ്റെ പിണക്ക് മാറ്റിയെടുക്കണം, സാറിനെ എങ്ങനെയെങ്കിലും സമാധാനിപ്പിക്കണം. എന്നിട്ട് വിശാലിൻ്റെ അടുത്ത് പോയിട്ട് 2 കള്ളച്ചുമ ചുമയ്ക്കാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ വിശാൽ പോയിട്ട് ഒരു മരുന്ന് കൊടുത്തിട്ട് പറയും, ഈ മരുന്ന് കഴിച്ചോ, നിന്റെ ചുമ മാറിക്കോളും. അപ്പോൾ പാർവതി പറയും, എനിക്ക് ചുമയൊന്നുമില്ല, സാറിനെ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഞാൻ ചുമച്ചത്. സാറിന് എന്നോട് ദേഷ്യമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ എങ്ങനെയാണ് എൻ്റെ മനസ്സിലെ പ്രയാസം സാറിനോട് പറയുന്നത്?
ഞാൻ പറഞ്ഞാലും സാറത് കേൾക്കാൻ നിൽക്കുന്നില്ലല്ലോ. ഇത് കേട്ട് പാർവതിയെ നോക്കുന്ന വിശാലിനെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ എല്ലാവരും ഒരു ലൈക്കും സബ്സ്ക്രൈബും തന്ന് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്.